നമസ്കാരം. 2024 കന്നി രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ നാൾഫലമാണ് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ജ്യോതിഷ പണ്ഡിതനായ കുടമാളൂർ ശർമ്മ അവர்கள் നമ്മോടൊപ്പമുണ്ട്. ഉത്രം മുക്കാൽ ഭാഗം, അവസാനത്തെ മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ അത്തം ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും ചേർന്ന രാശിയാണ്, 2.25 നാഴികയാണ് കന്നിരാശി. ഈ കന്നിരാശിയിൽ പിറന്ന ജനിച്ച നക്ഷത്രക്കാരുടെ രാശിഫലമാണ് കുടമാളൂർ ശർമാജി നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ കന്നിരാശിയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള, അതുപോലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പുതിയ അധ്യയന വർഷം മുതൽ ഉണർവും ഉന്മേഷവും ഭാഗ്യവും വിദ്യാവിജയവും പരീക്ഷാ വിജയവും ഉയർന്ന മാർഗവും നേടുന്നതോടൊപ്പം അവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്ന കാലഘട്ടങ്ങളാണ് 2024 പുതിയ അധ്യയന വർഷം മുതൽ ഒരു വർഷത്തേക്കിന് ഭാഗ്യം തുണയ്ക്കുന്ന കാലമാണ്. പൊതുവെ നല്ല ശതമാനം മാർക്കോടുകൂടി ഡിഗ്രികൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതും അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കുള്ള ഡിഗ്രി കരസ്ഥമാക്കാനും സാധിക്കും. ജൂൺ വരെ ഒരു അലക്ഷ്യത, അകൃത്യത, ആലസ്യം, മന്ദത കൂടെ ഉണ്ടാവും. ജൂണിന് ശേഷം നല്ലതാണ്. ഉദ്യോഗാർത്ഥികൾക്കും പഠിത്തം, കഴിവ്, പ്രയത്നം, ഉത്സാഹം അനുസരിച്ചുള്ള ജോലി അവസരം ഒരൽപ്പം ദൂരെയാണെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലവസരങ്ങൾ മാറി വിളിക്കുന്നുണ്ട്. ഒന്നല്ല, പല അവസരങ്ങൾ മാറി വിളിക്കുന്നുണ്ട്. ഒരു ജോലിക്കായിട്ട് തന്നെ ബുദ്ധിമുട്ടണമെന്നില്ല, പല കേന്ദ്രങ്ങളിൽ നിന്ന് വിളിക്കാനുള്ള കാര്യമുണ്ട്. ആകർഷന് ആജ്ഞ നടത്തും അലകെ നടക്കുന്ന അധികാരങ്ങൾ കിട്ടുന്ന കാലഘട്ടങ്ങളാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ജനങ്ങളുടെ കണ്ണിലുണ്ണിയാവാനുള്ള സാധ്യതകൾ സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല, രാഷ്ട്രീയ, ജാതിമത വ്യത്യാസമില്ലാതെ നടക്കുന്ന കാര്യങ്ങളും കലാ കായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് ശ്രദ്ധേയമാവാവുന്ന, തിളങ്ങാവുന്ന, വിളങ്ങാവുന്ന ഒരു കാലഘട്ടവുമാണ്. കലയെന്നും കായികം എന്നൊക്കെ പറയുമ്പം അനവധി മേഖലകൾ അതിനകത്തുണ്ട്. അഭിനയം, സംവിധാനം, പാട്ടും മാത്രമൊന്നുമല്ല. അതിലൊക്കെ ഏത് തുറയിലാണോ നിൽക്കുന്ന ആ അവസരങ്ങൾ വർദ്ധിച്ചു വരികാനും തൊടുക്കുമ്പോന്ന് എന്ന് പറയുന്ന പോലെ വളരെ വളരെ വികസിച്ചു വരാനും പേരും പ്രശസ്തിയും ആർജിക്കാനുള്ള ഒരു യോഗം ഉദ്യോഗാർത്ഥികൾക്കും സർവീസിലിരിക്കുന്നവർക്ക് അധികാരികളുടെ അംഗീകാരവും അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ജോലി സംബന്ധമായ സംതൃപ്തിയും മനസ്സമാധാനവും ഉയർന്നു പോകാനുള്ള ടെസ്റ്റ് ഇൻ്റർവ്യൂവിലൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവും. കച്ചവട രംഗങ്ങളിൽ, ബിസിനസ് രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പുതിയ രീതിയിൽ കച്ചവട പുരോഗതി സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സഹായികൾ രംഗത്ത് വരും. ശത്രുക്കളും തടസ്സങ്ങളും വഴിമാറി നിൽക്കും. പ്രവർത്തന രംഗങ്ങൾ മുന്നോട്ട് പോകും. അഭിവൃദ്ധിയും ഐശ്വര്യവും ക്രമാനുഗതമായി വന്നു ചേരും. ശാരീരികപരമായ രോഗങ്ങളോ അതുപോലെ തന്നെ ദാമ്പത്യപരമായ ക്ലേശങ്ങളോ ഈ ഗൃഹസ്ഥർക്ക് ഈ സമയത്തുണ്ടാവും. ഏജിൽ സർപ്പം നിൽക്കുകയാണ്. ഇണയ്ക്ക് വായു, വാത, രക്ത ദോഷങ്ങളോ വിഷജന്യ രോഗങ്ങളോ പകർച്ചവ്യാധികളോ കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെ കുണ്ഠിതപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇണയ്ക്ക് ദോഷം എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ കണ്ഠം, അതായത് ചെവി, മൂക്ക്, തൊണ്ട, ENT വിഭാഗവും തൊണ്ടയ്ക്കും എന്തെങ്കിലും രോഗങ്ങളോ സർജറിയോ, അബ്ഡോമിനലായിട്ടുള്ള സർജറിയോ, വാഹന സംബന്ധമായിട്ട് നഷ്ടങ്ങളോ, മോഷ്ടിച്ചുകൊണ്ട് പോകുകയോ അല്ലെങ്കിൽ വാഹനം അടിക്കുകയോ ഇടിക്കുകയോ തട്ടുകയോ ഒക്കെ ചെയ്തിട്ട് വാഹന സംബന്ധമായ ദുരിതമോ നഷ്ടകഷ്ടങ്ങളോ, ഉദര സർജറിയോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ദീനങ്ങളോ, ഇണയ്ക്ക് ശാരീരിക മാനസിക പ്രയാസങ്ങളോ ഈ രാശിക്കാർക്കുണ്ടാവും. ബാക്കി കാര്യങ്ങളിലെല്ലാം തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, ഈശ്വരാനുഗ്രഹം എന്നിവ കൊണ്ട് ഈ വക ദോഷങ്ങൾക്ക് മേൽ ദൈവാധീനത്താൽ എല്ലാം രക്ഷ പ്രാപിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽ പെട്ടവർക്ക്. ഇതൊക്കെ സമൂഹത്തിൽ
അപ്രതീക്ഷിതമായി ചില വ്യക്തികളുടെ സഹായങ്ങൾ അനവസരത്തിൽ വന്നു ചേരും. ദുഃഖിച്ചു നിൽക്കുമ്പോഴും സഹായികൾ രംഗത്ത് വന്നു ചേരും. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹായികൾ തക്ക സമയത്ത് ചിലപ്പോൾ ലഭ്യമായെന്നും വരികയില്ല. ഇങ്ങനെയുള്ള ഇടകലർന്ന മാനസിക വിഷമത്തിൽ ഗുണാനുഭവങ്ങൾ കൂടിയും ദുഃഖാനുഭവങ്ങൾ കുറഞ്ഞും ഈ വരുന്ന മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഉണ്ടാവും. 2024 സർപ്പപ്പേജി 100 പാലും സർപ്പക്ഷേത്രത്തിൽ നടത്തുക, സർപ്പ ബലി ചെയ്യുക, മഞ്ഞൾപ്പൊടി അഭിഷേകങ്ങൾ ചെയ്യുക, സർപ്പക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ കമിതാക്കളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസത്താൽ പിരിയാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉരസലുകളോ സംശയരോഗങ്ങളോ സംശയജന്യരോഗങ്ങളോ അപ്രതീക്ഷിതമായ കുടുംബം കലക്കുകൾ രംഗത്ത് വരികയോ അതല്ലെങ്കിൽ വിട്ടുപിരിയാൻ വയ്യാത്ത ഒരു അസാധാരണ പ്രേമബന്ധങ്ങൾ ഉണ്ടായി ആകപ്പാടെ സ്ഫോടനാത്മകപരമായ രംഗങ്ങളും ഉണ്ടാവുകയോ ചെയ്യും. അതായത് പ്രതീക്ഷിച്ചിരിക്കാതെ യാതൊരു കുറ്റവും ചെയ്യാതെയൊക്കെയുള്ള കുറച്ച് കുറ്റങ്ങൾ ചെയ്തിട്ടുമുണ്ട്, ബാക്കി കെട്ടിച്ചമച്ച് കൊന്നതുമാണ്. അതുകൊണ്ട് കൈ ഒഴിയാനും മേല കൈ ഏക്കാനും മേലാത്ത തരത്തിലുള്ള ആരോപണങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സർപ്പപ്രീതി വരുത്തുക, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും. സർപ്പബലി, 100 പാലും, രാഹുപൂജ മുതലായതൊക്കെ ചെയ്ത് ഈ ക്ലേശാനുഭവങ്ങളിൽ നിന്ന്, രോഗാനുഭവങ്ങളിൽ നിന്ന്, ദാമ്പത്യ ക്ലേശങ്ങളിൽ നിന്ന് ഒക്കെ മോചനം നേടാവുന്ന ഒരു കാലഘട്ടമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങൾ വരുന്ന ദിവസം കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് നോട്ട് ചെയ്യുക. സാമ്പത്തികപരമായ ക്ഷീണം, ആരോഗ്യപരമായ അനീസ്നസ്, രോഗം, ചില അപകടങ്ങൾ, ചില അബദ്ധം, ക്ഷമ നശിക്കുന്ന രീതിയിൽ സംഭാഷണം, കടുത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരിക, കുടുംബത്തിൽ അന്തഛിദ്രം ഇത്യാദികളും. പുണർതം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അല്പം സാമ്പത്തിക ലബ്ധി എല്ലാവരും അനുമോദിക്കുക, നല്ല വാർത്തകൾ കേൾക്കുക, വായ്ക്ക് രുചിയായ ആഹാരങ്ങൾ മനസമാധാനമായിട്ട് കഴിക്കുക, കിടന്നാൽ ഉറക്കം വരിക, സംതൃപ്ത കുടുംബാന്തരീക്ഷങ്ങൾ വരിക, പൊതുവെ അലകും പിടിയും അനുകൂലമായി വരിക. ഈ ദിവസങ്ങൾ ബിസിനസ്സുകാർക്ക്, പുണർതം, പൂയമായില്ല നക്ഷത്രക്കാർക്ക് പൊതുവെ അന്ന് കച്ചവടങ്ങളൊക്കെ തകൃതിയായി നടക്കും, ലാഭങ്ങളായിരിക്കും, പുതിയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന നക്ഷത്രങ്ങളിൽ ബിസിനസ്സുകാർക്ക് പൊതുവെ ക്ഷീണമായ കാലഘട്ടങ്ങളായിരിക്കും. അധികാരി വർഗത്തിൽപ്പെട്ട ആളുകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അശ്വതി, ഭരണി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗവേളകളിൽ ചില അബദ്ധങ്ങളൊക്കെ വന്നിട്ട് അത് ഊതി ഉയർപ്പിച്ച് പ്രശ്നങ്ങളും കോളിളക്കങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും അവഹേളിതനാവാനും സാധ്യതയുണ്ട്. പൂയം, ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവകൃത്യ കൈപുണ്യം വന്ന് പേരും പ്രശംസയും ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. സർവോപരി സർപ്പപ്രീതി വരുത്തുക, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുന്നത് നന്നായിരിക്കും. അവനവൻ്റെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് 8 11 ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അഷ്ടദ്രവ്യ ഗണപതി ഹോമങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ആരോഗ്യവും അതുപോലെ തന്നെ ഇണ ജീവിതത്തിൻ്റെ സംതൃപ്തിയും പ്രവർത്തന രംഗങ്ങളിൽ കൈപുണ്യവും പുരോഗതിയും അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അവഹേളനം, സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, അപകടം ഇങ്ങനെയുള്ളത് വളരെ ലഘൂകരിപ്പിക്കുവാനും പൂയമായില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഭേദപ്പെട്ട അവസ്ഥകൾ ഒന്നുകൂടെ നല്ല നിലയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി ആരോഗ്യവും വർദ്ധിക്കുന്നതിന് വേണ്ടി ഈ ഗണപതി ഹോമം നല്ലതാണ്, ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതലും അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ചിത്തിരയിലും ഉത്തരം നക്ഷത്രത്തിൽ വരുന്ന ദിവസങ്ങളിലും അഗതികൾക്ക് ദാനം, അന്നദാനം മുതലായതോ മരുന്ന് വാങ്ങാൻ നിവർത്തില്ലാത്തവർക്ക് അതിനുള്ള സാഹചര്യം, അതുകൊണ്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിക്കാൻ തയ്യാറാകുക. ഇപ്രകാരമൊക്കെ ചെയ്തു വന്നാൽ ഈ 7-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷകാഠിന്യം മാറിക്കിട്ടുന്നതാണ്.
അതെ, നമസ്കാരം. നമ്മുടെ 2024 കന്നി രാശിയിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാരുടെ രാശിഫലമാണ് നമ്മൾ ഇതുവരെയും ഡോക്ടർ ശർമാജി നമ്മോട് പങ്കുവച്ചത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ കാലങ്ങളിൽ നമ്മൾ കരുതിയിരിക്കുക. നമുക്കതിന് വേണ്ടിയിട്ട് സർപ്പപൂജ ഉൾപ്പെടെ, അതുപോലെ ഗണപതി ഹോമം ഉൾപ്പെടെ, അതുപോലെ ചില പ്രത്യേക നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ 2024 നമുക്കൊരു നല്ല വർഷമായിട്ട് മാറും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആ നാളുകൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷ പണ്ഡിതനായ ഡോക്ടർ കുണമാധൂർ ശർമ്മ അവർ നമ്മോട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. നന്ദി. ഈ എപ്പിസോഡിൽ നമ്മോട് ഈ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം.